ഹായ്. സാധാരണ നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ള കൊച്ചു കൊച്ചു സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. സാധാരണ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് നമുക്ക് തോന്നുന്നു. അത് വളരെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ സംഭാഷണങ്ങളിൽ ഉണ്ടാവാറില്ലേ? അത്തരം കാര്യങ്ങൾ, അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ കൂടി അത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരാൾ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ യോജിക്കുന്നു എന്ന് പറയുന്നത്. ഐ എഗ്രി. എഗ്രി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. ഐ എഗ്രി വളരെ കുഞ്ഞ് സെൻറ്റൻസ് അല്ലേ? ഐ എഗ്രി വിത്ത് യു. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. ഐ ആബ്സല്യൂട്ട്ലി എഗ്രി വിത്ത് യു. ആബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും. ഐ ആബ്സല്യൂട്ട്ലി എഗ്രി വിത്ത് യു. ഐ ഓൾസോ തിങ്ക് സോ. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. തിങ്ക് മീൻസ് വിചാരിക്കുക. ഐ തിങ്ക് ദ സെയിം. അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഐ തിങ്ക് ദ സെയിം. ദാറ്റ്സ് ട്രൂ. അത് ശരിയാണ്, അത് സത്യമാണ്. ദാറ്റ്സ് ട്രൂ. ദാറ്റ്സ് റൈറ്റ്. ഇതൊന്നും അല്ലാതെ റൈറ്റ് അങ്ങനെയും പറയാം. വെറുതെ ഒരു സിംഗിൾ വേർഡ് റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആബ്സല്യൂട്ട്ലി. ആ ഒരു സിംഗിൾ വേർഡ് കൊണ്ട് തന്നെ നമ്മൾ ആ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ യോജിക്കുന്നു എന്നുള്ള ഒരു മീനിങ് കിട്ടി. യു ആർ റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ ഒരാൾ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല, അതായത് നമ്മൾ ഡിസഗ്രി ചെയ്യുന്നു. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നോക്കാം. ഐ ഡോണ്ട് എഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളോട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഐ ഹാവ് അനദർ ഒപ്പീനിയൻ. ഒപ്പീനിയൻ മീൻസ് അഭിപ്രായം. ഐ ഹാവ് അനദർ ഒപ്പീനിയൻ. എനിക്ക് വേറെ ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഐ ഹാവ് അനദർ പോയിൻ്റ് ഓഫ് വ്യൂ. ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എനിക്ക് നിങ്ങൾ പറയുന്നതിനോട് അത്രയ്ക്ക് യോജിപ്പില്ല. ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് യു. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ഒരാൾ പറയുന്ന കാര്യങ്ങളോട് ഡിസഗ്രി ചെയ്യാൻ, അതിനോട് യോജിക്കുന്നില്ല എന്ന് കാണിക്കാൻ ഇത്തരം കൊച്ചു കൊച്ചു സെൻറ്റൻസസ് നമുക്ക് ഉപയോഗിക്കാം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നു ഒരാൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളും അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ലൈക്ക് ഇറ്റ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. ഐ ലൈക്ക് ഇറ്റ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ശരിക്കും ഞാനത് ഇഷ്ടപ്പെടുന്നു. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. എനിക്കതിനകത്ത് താല്പര്യമുണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്നതിനോട് താല്പര്യമുണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ഐ ആം ക്രേസി അബൌട്ട് ഇറ്റ്. ഇവിടെയും ക്രേസി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വല്ലാതെ ഇഷ്ടമാണ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഐ ലവ് ഇറ്റ്. അത്രയും ഇഷ്ടമാണ് എന്ന്. ഇനി നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, സംസാരത്തിനിടയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് അത് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഇറ്റ്. ഹേറ്റ് മീൻസ് വെറുക്കുക. എനിക്ക് ഇഷ്ടമല്ല എന്ന അർത്ഥത്തിൽ നമുക്ക് ആ ഒരു വാക്കും യൂസ് ചെയ്യാം. ഐ കോൺട്ട് ബെയർ ഇറ്റ്. ബെയർ മീൻസ് നമുക്കത് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ഐ കോൺട്ട് ബെയർ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നതിന് വേറൊരു കുറച്ചും കൂടി അതിൻ്റെ ഒരു തീവ്രത കൂടുമ്പോഴാണ് അങ്ങനെയൊക്കെ. ഐ കോൺട്ട് ബെയർ ഇറ്റ്. പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയി പോകും. നമുക്ക് വല്ലാത്തൊരു അതിശയം. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? റിയലി? അങ്ങനെയാണോ? ശരിക്കും എന്നൊക്കെ ചോദിക്കില്ലേ നമ്മൾ? അതാണ് റിയലി. ഇറ്റ്സ് ഇംപോസിബിൾ. അത് അസാധ്യമാണ്. ഇംപോസിബിൾ മീൻസ് അസാധ്യമായത്. ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ്സ് ഇൻക്രെഡിബിൾ. അതായത് വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്ന്. ഇറ്റ്സ് ഇൻക്രെഡിബിൾ. അൺഇമാജിനബിൾ. ഇമാജിൻ ചെയ്യാൻ നിങ്ങൾക്ക് സങ്കല്പിക്കുക. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. അത്രയ്ക്ക് നമ്മൾ അതിശയം തോന്നുമ്പോഴാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. അൺഇമാജിനബിൾ. ഐ കോൺട്ട് ബിലീവ് മൈ ഐസ്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ഐ കോൺട്ട് ബിലീവ് മൈ ഇയേഴ്സ്. എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ ആം സോ സർപ്രൈസ്ഡ്. അല്ലാത്ത അത്ഭുതം തോന്നുന്നു. ഐ ആം റിയലി സർപ്രൈസ്ഡ്. ഐ ആം ഗ്രേറ്റ്ലി സർപ്രൈസ്ഡ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക്
ഒരാളോട് താങ്ക്സ് പറയുമ്പോൾ, ഒരാളോട് നന്ദി പ്രകടിപ്പിക്കുന്നതിനും ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാം. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്, താങ്ക് യു സോ മച്ച്, താങ്ക്സ് എ മില്യൺ, ഒരുപാട് താങ്ക്സ് എന്ന് പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു, ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക്സ് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും നന്ദി. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്, നിങ്ങളുടെ സഹായത്തിന് നന്ദി. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ, എന്നെ സഹായിച്ചതിന് നന്ദി. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു, ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ, നന്ദി ഉള്ളത്. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു, ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു. യു ഹെൽപ്പ് മീ എ ലോട്ട്, നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു. യു ഹെൽപ്പ് മീ എ ലോട്ട്, നിങ്ങൾ എന്നെ ഒരുപാട് സഹായിക്കുന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്, തീർച്ചയായും ഞാനത് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഒരാളോട് നന്ദി പ്രകടിപ്പിക്കാൻ ഇത്തരം കൊച്ചു കൊച്ചു സെൻറ്റൻസസ് ഒക്കെ ഉപയോഗിക്കാം. ഇനി ഒരാൾ നമ്മളോട് താങ്ക് യു പറയുമ്പോൾ നമ്മളങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നത്. യു ആർ വെൽക്കം, നെവർ മൈൻഡ്, നോ പ്രോബ്ലം, നോ വറീസ്, ഇറ്റ്സ് മൈ പ്ലെഷർ, ഡോണ്ട് മെൻഷൻ ഇറ്റ്, ഡോണ്ട് മെൻഷൻ ഇറ്റ്, ഗ്ലാഡ് ടു ഹെൽപ്പ്. ഗ്ലാഡ് മീൻസ് സന്തോഷമുള്ളത്, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. ഇനി നമുക്ക് സന്തോഷം തോന്നുമ്പോൾ നമ്മളതെങ്ങനെ ചെറിയ വാക്കുകളിൽ കൂടി എങ്ങനെ പറയും? ഐ എം സോ ഹാപ്പി, ഐ ഫീൽ റിയലി ഹാപ്പി, ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയില്ലേ? ഐ ആം റിയലി ഗ്ലാഡ്. ഇനി നമുക്ക് വളരെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവുന്നു, വളരെ നിരാശ തോന്നുന്ന സമയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഐ ആം സോ ഡിസപ്പോയിൻറ്റഡ്, അത് എനിക്ക് ഒരുപാട് നിരാശയായിപ്പോയി. ഐ ആം സോ ഡിസപ്പോയിൻറ്റഡ്. ഐ ഫീൽ ഡിസപ്പോയിൻറ്റഡ്, ഐ ആം നോട്ട് ഹാപ്പി, ഐ ആം നോട്ട് ഹാപ്പി അറ്റ് ഓൾ. ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ സംഭാഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ലെസൺ ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എ ക്വസ്റ്റ്യൻ ഫോർ യു. സംഭാഷണത്തിനിടയിൽ ഒരാൾ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ വളരെയധികം യോജിക്കുന്നു. അങ്ങനെ പറയാൻ ഇന്ന് പഠിച്ച ഒരു സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ.